രാഗിനാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ സ്ക്രീനിൽ കാണുന്ന ആ കടവിലെത്തി തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വഴിപാടായ മീനൂട്ടെത്തും. മീനൂട്ട് കടവിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയെ അവിടേക്ക് പ്രതീക്ഷിക്കുകയാണ്. രഗിൻ, ഈ മീനൂട്ട് കൂടി കഴിഞ്ഞിട്ടാണോ പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങുക? അതോടൊപ്പം ഒരു പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്നത് ഇതാദ്യമാണോ? അഞ്ജിത, ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്ന ആദ്യമാണ്. അതോടൊപ്പം തന്നെ മീനൂട്ട് വഴിപാട് നടത്തിയ ശേഷം അവിടെ രണ്ട് ചെറിയ ചടങ്ങുകൾ കൂടിയുണ്ട്. ഒന്ന് ഈ വേദാർച്ചന ഉണ്ട്, വേദമന്ത്രങ്ങൾ ഘോഷിക്കുന്ന ഒരു അത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കും. അതോടൊപ്പം തന്നെ രാമായണ ഭജനയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലും അദ്ദേഹം ഉണ്ടാകും, അല്പസമയം ചെലവഴിക്കും. തുടർന്നായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുക. ഇപ്പോൾ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. വിവിധ ഉപദേവതകളുണ്ട്. ആ ഉപദേവതകളെ അടക്കം തൊഴുത ശേഷമായിരിക്കും ഈ മീനൂട്ട് വഴിപാട് നടത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്. കിഴക്കേ നടയ്ക്ക് മുൻപായിട്ടുള്ള ഭാഗമാണത്. ആ പുഴയിലാണ്, അല്ലെങ്കിൽ ആ കടവിലാണ് പ്രധാനമന്ത്രി ഇത് നടത്തുക. അവിടെയാണ് സാധാരണ ഈ മീനൂട്ട് വഴിപാട് നടത്തുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ വിവരിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കത്ത് ഒരു ക്ഷണം രൂപേണ മനസ്സിലാക്കിക്കൊണ്ട് ഇതാ പ്രധാനമന്ത്രി അക്കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം ഇത് തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കടവിലേക്ക് ഇറങ്ങി വന്ന് മീനൂട്ട് വഴിപാട് നടത്തും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മീനൂട്ട് വഴിപാടിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണിവിടെ. ആ വഴിപാടൊക്കെ നടത്തി മറ്റ് ക്ഷേത്രത്തിൽ തൊഴുത് ആ അനുഗ്രഹം വാങ്ങി അദ്ദേഹം ഇനി നേരെ പോകുന്നത് 22 നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. അയോധ്യയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നു. നമുക്ക് മനസ്സിലാക്കുന്നു ഇപ്പോൾ ചിലർ പുറത്തേക്ക് വരുന്നുണ്ട്, ആ കടവിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വരും. എന്തായാലും ഈ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏറെ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. കാരണം ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുത്തെ ഈ വിഗ്രഹമാണ് പൂജിച്ചത് എന്നതാണ്, ആ വിഗ്രഹമാണ് ഇവർ പ്രതിഷ്ഠ ചെയ്തത് എന്നതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയാണ്. എന്നാൽ ഇവിടെ ഖരാസുര നിഗ്രഹത്തിന് ശേഷമുള്ള അമ്പും വില്ലും ഒക്കെയായി നിൽക്കുന്ന ശ്രീരാമനെയാണ്. ആ ശ്രീരാമൻ്റെ മൂർത്തിയാണ്, ഉഗ്രരൂപ മൂർത്തിയെയാണ്. ആ മൂർത്തിയെ കണ്ടു വണങ്ങി തൊഴുന്നതിന് ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നു. അവിടെ തൊഴുത് ശ്രീരാമൻ്റെ അനുഗ്രഹം വാങ്ങി നേരെ പോകുന്നത് പ്രാണപ്രതിഷ്ഠയിലേക്കാണ്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത്. ഗുരുവായൂരിലേതുപോലെ തന്നെ പ്രധാനമന്ത്രി തൃപ്രയാറിലും സമയം ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ വഴിപാടുകളിൽ പങ്കാളികളായി അവിടുത്തെ കാര്യങ്ങൾ നീക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആ പ്രദേശത്തേക്ക് സ്വാഭാവികമായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ കടവിൻ്റെ ഭാഗത്തേക്കും പ്രവേശനമില്ല. ആ കടവ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തുള്ള മറുകരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കിഴക്കേ കവാടം, ശ്രീരാമക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാട ഭാഗത്താണ് നമുക്ക് ഇപ്പോൾ നിൽക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ദർശനത്തിന് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു. വിവിധ ഫോഴ്സുകളും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളും ക്ഷേത്ര അധികാരികളും ഒക്കെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ വഴിപാട് നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.